ഈ മോഹങ്ങളൊക്കെ മോഹം മാത്രമാണ്. അതുകൊണ്ട് അവസാനം കവി പറഞ്ഞത്, വെറുതെയാണീ മോഹമെന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം. ഇതൊന്നും നടക്കാത്തതാണ്, എനിക്കറിയാം. പക്ഷേ ഒന്നൊഴിഞ്ഞിരിക്കുമ്പോ എന്നെ ഒന്ന് വെറുതെ പൂതി വെക്കാനെങ്കിലും അനുവദിക്കൂ, ഒന്ന് മോഹിക്കാനെങ്കിലും അനുവദിക്കൂ. അതൊരു മോഹല്ലേ? നടക്കൂല എന്നെനിക്കറിയാം. കഴിഞ്ഞത് കഴിഞ്ഞതാണ്. സംഭവിക്കേണ്ടത് സംഭവിച്ചു കഴിഞ്ഞു, നടക്കേണ്ടത് നടന്നു കഴിഞ്ഞു. അതുകൊണ്ട് മുഖത്ത് ചുളിവ് വീണു. ഏത് ബ്യൂട്ടീഷ്യനെ കണ്ടാലും അകത്തെ ആന്തരികാവയവങ്ങളുടെ പ്രായത്തെ മാറ്റിയെടുക്കാൻ ഒരാൾക്കും കഴിയൂലല്ലോ. ജീവിത ചക്രം അതാണ് മനുഷ്യനെ ബോധ്യപ്പെടുത്തുന്നത്. ദുനിയാവ് ഇങ്ങനെ കറങ്ങണം. ആ കറക്കം ശരിക്കും ഫിക്റുണ്ടെങ്കിൽ, ഫിക്റോട് കൂടെയാണെങ്കിൽ ഇതിലൊക്കെ അർത്ഥമുണ്ട്. അതുകൊണ്ടാണല്ലോ അല്ലാഹുവിന്റെ റസൂല് 2 സ്റ്റേറ്റ്മെന്റുകൾ, സന്ധ്യാനേരത്തും പ്രഭാത നേരത്തും പ്രദോഷ നേരത്തും നിങ്ങളത് ചൊല്ലിക്കഴിഞ്ഞാൽ അതിനോളം വലിയ ദിക്ർ ആലം ദുനിയാവിൽ വേറെയില്ല. അഹമഹമികയാ സഹാബികൾ ആവേശഭരിതരായി ഹൃദയം തുടികൊട്ടിയിട്ട് മുന്നിലേക്കിരുന്നു. നബിയെ, അങ്ങ് പറയാൻ പോകുന്ന ദിക്ർ പെട്ടെന്ന് മൊഴിയണേ നബിയെ. കലിമത്താൻ, 2 വാക്കുകളാണത് സഹാബ. ഖഫീഫതാനി അലൽ ലിസാൻ, നിങ്ങളുടെ നാവുകൾക്ക് അത്രമേൽ കനം കുറഞ്ഞ മൃദുലതരമായ വാക്കുകളാണ്. ഫഖീലതാനി ഫിൽ മീസാൻ, മീസാൻ എന്ന തുലാസിന്റെ തട്ടിൽ അത്രമേൽ കനമുള്ള കട്ടിയാണ് ആ 2 വാക്കുകൾ. ഹബീബതാനി ഇലർ റഹ്മാൻ, റഹ്മാനാകുന്ന റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കുകളുമാണ്. അപ്പൊ ആ 2 വാക്കുകളുടെ 3 വിശേഷണങ്ങൾ. വാക്കുകൾ 2 എണ്ണമാണ്, അവയുടെ പ്രത്യേകത 3 എണ്ണമാണ്. ഒന്നാമത്തെ പ്രത്യേകത ഖഫീഫതാനി അലൽ ലിസാൻ, ചെയ്യുന്ന മനുഷ്യന്റെ നാവിന് തീരെ ഭാരമില്ലാത്ത ദിക്റാണത്. രണ്ടാമത്തെ പ്രത്യേകത സഖീലതാനി ഫിൽ മീസാൻ, എന്നാൽ മീസാൻ എന്ന തുലാസിലേക്ക് ആ ഭാരമില്ലാത്ത ദിക്റിനെ, നാവിന് ഭാരമില്ലാത്ത ദിക്റിനെ കൊണ്ടുപോയി നിക്ഷേപിച്ചാൽ അത് ഉഹദ് പർവ്വതത്തെക്കാൾ ഭാരം മീസാൻ എന്ന തുലാസിൽ ഈ ദിക്റിന് 2 എണ്ണത്തിനുണ്ട്. ഇതിന്റെ 3ാമത്തെ പ്രത്യേകതയോ ഹബീബതാനി ഇലർ റഹ്മാൻ, റഹ്മാനായ റബ്ബിന് അത്രമേൽ പ്രേഷ്ടകരം, അത്രമേൽ ഹൃദയം, അത്രമേൽ ഇഷ്ടം. അതൊന്ന് പറയൂ നബിയേ. സഹാബങ്ങനെ ആവേശത്തോട് ചോദിച്ചപ്പോൾ പുണ്യ നബി പറഞ്ഞു, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. എങ്ങനെയാ അത് ഇത്രയും വലിയ ദിക്റായത്? നമ്മളൊന്ന് ചിന്തിച്ചു. അപ്പം ആ ദിക്ർ നാവ് കൊണ്ട് മൊഴിയുന്നതിലല്ല അത്ര അത് മീസാനെ നിറക്കുന്നത്. അത് നാവ് കൊണ്ട് മൊഴിയുമ്പോഴല്ല അത്ര അള്ളാഹുവിന് അത്രയും പ്രേഷ്ടകരമാകുന്നത്. എപ്പോഴാ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് പറയുമ്പോൾ. സുബ്ഹാനല്ലാഹ് നമ്മൾ പറയാൻ എപ്പോഴാണ്? എന്തെങ്കിലും മിറാക്കിൾ കാണുമ്പോഴാണ്, അത്ഭുതങ്ങൾ കാണുമ്പോഴാണ് സുബ്ഹാനല്ലാഹ് വൗ എന്ന് നമ്മൾ പറയില്ലേ. അതിൻ്റെ സ്ഥാനത്തൊരു ദിക്ർ സുബ്ഹാനല്ലാഹ്. ആ മിറാക്കിൾ അത് ഏതോ ആവാം. ചിന്ത കൊണ്ട് നിങ്ങൾ റബ്ബിനെ മുന്നിൽ കണ്ടിട്ട് നടത്തുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, അതാണ് ലോകത്തെ ഏറ്റവും വലിയ ദിക്ർ എന്നാണ്. സുബ്ഹാനല്ലാഹ് അങ്ങനെയാണ്. സോനെ നീ എത്ര പരിശുദ്ധൻ, ആ ചോദ്യത്തിന് എങ്ങനെ ഉണ്ടായതാണ്? അത് എന്തിലേക്ക് ചേർത്തിയിട്ടും ചൊല്ലാൻ നമുക്ക് എന്നാണ്. ഒരു കിണർ കാണുമ്പോൾ അതിനാണല്ലോ വെള്ളം, അതിന്റെ അത്ഭുതങ്ങള്, അതൊരു വലിയൊരു മായാജാലല്ലേ. ആരാണ് അതിന്റെ ക്രിയേറ്റർ? ആകാശം, ആസ്മാൻ കോ ദേഖ്നെ കെ വഖ്ത്, शाम के वक्त, सुबह के वक्त, दिन, शाम, रोज, എല്ലാ നേരത്തും ഇങ്ങനെ ആകാശത്തെ ശ്രദ്ധിക്കൂ.